മുളകും നല്ല എരിവുള്ള പച്ചമുളകും പറിച്ചെടുക്കാൻ പോവാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ നനഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ധാരാളം പച്ചക്കുരുമുളക് ഉണ്ടായി കിടപ്പുണ്ട്. അപ്പം നമുക്ക് പച്ചക്കുരുമുളക് പറിച്ചെടുക്കാം. ഇത് പറിച്ചെടുത്ത ശേഷം ഒരു 2-3 തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ പച്ചമുളക് പറിച്ചെടുക്കുകയാണ്. പച്ചമുളക് ഇത് അവിടെ നിൽപ്പുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് പറിച്ചെടുക്കുന്നുണ്ട്. പച്ചമുളകും എൻ്റെ ഡാഡി നട്ടിട്ടുള്ളതാണ് കേട്ടോ. കുറേ അധികം ഉണ്ട് അവിടെ, എല്ലാ ഭാഗത്തും കാണാം. ഇനി കറിവേപ്പില പറിച്ചെടുക്കാം നമുക്ക്. ഇലയൊക്കെ നനഞ്ഞ് നിൽക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് പറിക്കണത് എന്താണെന്ന് വെച്ചാൽ സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഇലയാണ്. ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം ആഡ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഗ്രീൻ മസാല തയ്യാറാക്കുകയാണ് കേട്ടോ. ഇനി ആ പച്ചമുളക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് പച്ചക്കുരുമുളക്. ഇനി കുറച്ച് മല്ലി ഞാനിവിടെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാണ്. അടുത്തതായിട്ട് മിൻറ്റ് ലീവ്സ് ആണ്, പുതിന എന്ന് പറയും. അതും കഴുകി നല്ല വൃത്തിയാക്കി ഇലകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സർവ്വസുഗന്ധിയുടെ ഒരു ഇല എടുത്തിട്ട് 2ആക്കി കീറിയിടാം. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കറിവേപ്പില 3 തണ്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില. ഇനി അടുത്തതായിട്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 1/2 പോർഷൻ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 നാരങ്ങ വരെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു 1/2 പോർഷൻ മതിയാവും. നല്ല നീരുള്ള നാരങ്ങയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ മസാലകൾ ചേർക്കുകയാണ്. കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. ഇനി ഞാനിവിടെ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായി നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക്, ഇതാ കണ്ടോ, നന്നായി ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇത് കുറച്ച് അധികം സമയം മാരിനേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ വൈകുന്നേരമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ വൈകുന്നേരം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിച്ചിരിക്കും. ഇനി അഥവാ പെട്ടെന്ന് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 hour ബിഫോർ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രീസറിലോട്ട് കയറ്റി വെച്ച് ഒരു 1 hour വെച്ച ശേഷം നമുക്ക് എടുത്ത് ചുടാൻ. ഞാൻ വീട്ടിലെ ഗ്രില്ലിൽ തന്നെയാണ് കേട്ടോ, മീൻസ് ഗ്രില്ല് ഞാൻ ചെയ്യണത് അടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് മൊരിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിക്കൻ വളരെ ഡ്രൈ ആയിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2 സൈഡും നമ്മൾ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒലിവ് ഓയിൽ തേച്ച് കൊടുത്തത്. അപ്പുറത്തെ സൈഡും കൂടി ഞാനിതുപോലെ ഒലിവ് ഓയിൽ ആക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇപ്പം എല്ലായിടത്തും ഞാൻ ഒലിവ് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്.
ഒലിവ് ഓയിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് കനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ നല്ലോണം കനലുണ്ടെങ്കിൽ ഇത് നന്നായി വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് വേവണ നേരം കൊണ്ട് നമുക്ക് ഗാർലിക് മയണീസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടത് 2 മുട്ട, ഒരു 3 അല്ലി ഗാർലിക്ക്. ഇനി ഞാൻ ചെയ്യണത് 2 മുട്ട എടുത്തതിൽ 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞക്കരും കൂടി ചേർത്ത് മിക്സിയിൽ അടിക്കാനാണ് പോകുന്നത് കേട്ടോ. ഇനി ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കേട്ടോ. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വിനീഗർ വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ഓയിലാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ബാക്ക് സ്പീഡ് ഇട്ടിട്ടാണ് അടിക്കേണ്ടത്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ മിക്സി ഇട്ട് കറക്കി എടുക്കരുത്. ബാക്ക് സ്പീഡ് ഇട്ടിട്ട് വേണം കറക്കിയെടുക്കാൻ. ഇതാ ഇപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാനിവിടെ നേരത്തെ ഗാർണിഷ് ചെയ്ത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ പീസസും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മയണീസും കൂട്ടി ഇതൊരു പിടിപിടിക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഇതാ എല്ലാ പീസും നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസി ആയിരിക്കും. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പായിട്ടും ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.